ഹലോ ഗൈസ്, വെൽക്കം ടു ജാനകീസ് ട്രാവൽ വ്ളോഗ്. ഇന്ന് നമ്മളൊരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് ജാനുവിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. ജാനു ഇപ്പം വരാൻ സമയമായിട്ടുണ്ട്, ഏകദേശം ഒരു 3:45 അപ്പോൾ ജാനു ഇപ്പോൾ വരും. അപ്പം നമുക്ക് ജാനുവിനെ ഒന്ന് സർപ്രൈസ് ചെയ്യാം കേട്ടോ. വന്ന് നമുക്കപ്പോൾ ജാനുവിനെ ഒന്ന് സർപ്രൈസ് ചെയ്യാം. ഹായ്, ഹലോ, ജോടി നീ ഓക്കെ. അപ്പം ഇന്ന് ജാനുവിന് ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ടല്ലോ. അതിന് മുമ്പ് നമുക്ക് ഡോർ അടയ്ക്കാം. പിന്നെ നമുക്ക് ജാനു ഇന്ന് ഡ്രസ്സൊക്കെ മാറി വൃത്തിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് റെഡിയായി വാ, എന്നിട്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഗൈസ്, ജാനു അപ്പം പോയി ഡ്രസ്സൊക്കെ മാറി വരും. അപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ആ ഗിഫ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് വേണ്ട, ജാനുവിൻ്റെ പാവക്കുട്ടീനെ ഞങ്ങളിങ്ങനെ തൂക്കിയിട്ടേക്കാണ്. വേണ്ട, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ക്വാർട്ടേഴ്സ്. ഇതാണ് കേന്ദ്രീയ ഭവനിലെ ക്വാർട്ടേഴ്സാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ ക്വാർട്ടേഴ്സിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും. ഞാൻ കുറേ നാളുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് എല്ലാവരുടെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ജാനകീസ് ട്രാവൽ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്നുണ്ട്, നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങൾക്ക് അറിയിക്കണം. എന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളതൊക്കെ ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. കാണുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാൻ കഴിയും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ജാനു ഇപ്പം വരും. വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്താണുള്ള ഈ സർപ്രൈസ് ചെറിയൊരു ഗിഫ്റ്റ് അതെന്താണെന്നുള്ളത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ജാനുതാ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ജാനു വന്നിട്ടുണ്ട്. അപ്പോൾ ജാനു ഇത് എന്തായിരിക്കും ജാനു? ഇത് വാ, ഇങ്ങോട്ട് വാ, ക്യാമറയുടെ മുമ്പിൽ വാ. ഐ തിങ്ക് ഗസ് ചെയ് ജാനു, എന്തായിരിക്കും എന്ന്. കിറ്റാ? കിറ്റല്ല. സ്കൂളിൽ കൊണ്ടുവന്നൊരു ഐറ്റമാണ്. ഓക്കെ ഓക്കെ, നമുക്ക് തുറക്കാം. കുറച്ച് നാളുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നമ്മളിങ്ങനെ പെൻഡിങ് വെച്ചിരുന്നത് അടുത്ത വർഷം മേടിച്ചു തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ജാനുവിന് ഇപ്പം തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ജാനുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ ലീക്ക് ചെയ്യുന്നല്ലേ? സ്കൂളിലെ ഫാൻ കറണ്ട് പോകുന്നു. കൊച്ചിന് ഭയങ്കര പരാതിയാണ്. ഇപ്പം ഭയങ്കര ചൂടാണ് ക്ലാസ്സിൽ. അപ്പം ദാഹം ഉണ്ടാവും. അപ്പം വെള്ളം വാട്ടർ ബോട്ടിൽ ചെറുതായത് കാരണം കുറച്ച് വെള്ളം ജാനുവിന് കുടിക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോഴാണ് ഞങ്ങൾ ഓരുടെയൊക്കെ തീർന്നോ? കുളിക്കാൻ പാടുന്നില്ല. ഓക്കെ ഓക്കെ. ഇതിനകത്ത് ബില്ലാണിത്. ഇത് എൻ്റെ ബില്ല്. ഓക്കെ ഓക്കെ. അപ്പം ഇതാണ് ഞങ്ങളുടെ വാട്ടർ ബോട്ടില്. നോക്കട്ടെ, ഇത് ബോൾട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി, ബോൾട്ട് അല്ല ബോൾഡ് ഫിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വാട്ടർ ബോട്ടിലാണ് ഇത്. ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് അല്ല, ഇത് സിലിക്കോൺ മെറ്റീരിയൽ ആണ്. നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കുടിക്കാമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിനകത്ത് ഓക്കെ, ഇത് 750 ml ആണ് ഈ വാട്ടർ. ഇതില്ല, ഇതിൻ്റെ MRP വന്നിട്ട് 1299 ആണ്.
പക്ഷെ നമുക്ക് ആമസോണിൽ 699 ഇത് കിട്ടിയത്. ഇതിനകത്ത് ഇങ്ങനെ ഓരോരോ ഇന്ത്യന്ന് കാണിച്ച് എൻ്റെ മെഷർമെൻ്റ് അതാണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 8 AM പറഞ്ഞേ ജാനു, അത് 8 AM 2 ml അല്ല 2 PM 8 AM to 2 PM ഈ ലെവൽ വെള്ളം കുടിക്കണം. 9 AM to 3 PM ആ ലെവല്. അപ്പോൾ 10 AM തൊട്ട് അങ്ങനെ കുറച്ച്. ഓക്കെ ഓക്കെ. അവിടെ പ്രസ് ചെയ്യണം. ആ ഇത് നോക്ക്, പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അതിനകത്തൊരു സിപ്പറുണ്ട്. ആ സിപ്പറിനകത്ത് അവർക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റും. നോ ലീക്കിംഗ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇനി എന്താണ് ജാനുവിനെ കുറിച്ച് പറയാനുള്ളത്? വീഴലും രണ്ട് പല്ല് പോത്തേ ഉള്ളൂ. ശരി, ഓക്കെ. ഫസ്റ്റ് നമ്മള് ഇതിങ്ങനെ ആക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവേ. പക്ഷെ നമുക്കിത് വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെ ഓപ്പൺ ചെയ്യാണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് ഈ സാധനം എടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പൊ അവരെത്ര നോക്കിയാലും അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. വേറെ ആരും ഈ ബോട്ടിൽ എടുത്ത് യൂസ് ചെയ്യാതിരിക്കണമെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാം അല്ലേ? അവർക്ക് ഇത് കാണണം. പക്ഷെ അവര് എന്റെ ഈ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യരുത്, യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. എനിക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. അവരെത്ര ഇങ്ങനെ ആക്കിയാലും പറ്റില്ല. അൺലോക്ക് ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. വേറൊരു ഫീച്ചർ കൂടെ എനിക്കറിയാം. അതെന്താണ് ആ ഫീച്ചർ? നോക്കട്ടെ. ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ കടത്താം. എന്നിട്ട് നമുക്ക് ഫോൺ മൊബൈൽ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം അല്ലേ? ഇങ്ങനെയുണ്ട്. മൊബൈൽ സ്റ്റാൻഡായിട്ട് നമുക്ക് ഈ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഇത് അൺബ്രേക്കബിൾ മോട്ടിവേഷണൽ വാട്ടർ ബോട്ടിൽ വിത്ത് ടൈം മാർക്ക് എന്നാണ് പറയുന്നത്. ഗെറ്റ് ഫിറ്റ് വിത്ത് ബോൾഡ് ഫിറ്റ് എന്നാണ് ഇവരുടെ ഒരു തീം എന്ന് പറയുന്നത്. ഇതേപോലെ ജിമ്മിൽ കൊണ്ടുപോകാം, സ്പോർട്സ് പേഴ്സൺസിന് യൂസ് ചെയ്യാം, കിഡ്സിന് യൂസ് ചെയ്യാം. ഇതൊരു മോട്ടിവേഷണൽ വാട്ടർ ബോട്ടിൽ എന്ന് പറയാൻ ഇന്നത്തെ ടൈമിങ്സ് കൊടുത്തിട്ടുണ്ട്. ആ കൃത്യ ടൈം ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസി കിട്ടും എന്നും കൂടിയാണ് ഇവർ പറയുന്നത്. അതെ, ഞാൻ നേരത്തെ 750 ml എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളിത് ചെക്ക് ചെയ്തപ്പോൾ 1 ലിറ്റർ വാട്ടർ ബോട്ടിലാണ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്, നല്ല രസമുള്ള ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അതേപോലെ 699 അല്ല, ഇത് 649 റുപ്പീസാണ് 1 ലിറ്റർ. പിന്നെ ഇതിൻ്റെ സ്ട്രോ, ആ സ്ട്രോ എന്ന് കാണിച്ചു കൊടുത്തേ. സ്ട്രോ എന്ന് പറയുന്നത് അത് അകത്തോട്ടുണ്ടോ? ഒന്ന് ഓപ്പൺ ചെയ്തേ അടപ്പ്. പൊട്ടിക്കരുത്. ഓക്കെ, ആ സ്ട്രോ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് അല്ല, അതൊരു സോഫ്റ്റ് സിലിക്കോൺ മെറ്റീരിയലാണ്. അതേപോലെ തന്നെ ഇതൊരു വൈഡ് മൗത്താണ്. അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽ. ഹാപ്പി ആയോ? വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഇത് സിലിക്കോൺ കൊണ്ട് തന്നെ ഉപയോഗിച്ചോണ്ട് നമ്മൾ എത്ര കൈ നമ്മളെ വേർപ്പായാലും നമുക്ക് ഇതെങ്ങനെ ആയാലും പിടിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളെ വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ കുറെ സ്വെറ്റ് ആവും. വെറ്റാവും കൈ. പീറ്റിക്കൊക്കെ പോയി കഴിയുമ്പം കൈ വെറ്റാവും. അപ്പം ക്ലാസ്സിൽ ഫാൻ ഇല്ലെങ്കിലും കൊച്ചു വെറ്റാവും. അപ്പൊ എങ്ങനെ ആയാലും നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും. ലൈറ്റ് ആയാലും തെറ്റത്തില്ലെന്നാ എങ്ങനെയാ ഉദ്ദേശിച്ചത്? തെറ്റത്തില്ല. സ്ലിപ്പായി പോവും അല്ലേ? ഈസി അല്ല. ലീക്കിംഗ് ഇല്ല. പിന്നെ ഈ വാട്ടർ ബോട്ടിൽ കയ്യിലിരിക്കുന്നത് ലീക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ സാധനല്ലേ ഇത് അവിടെ തന്നെ ഇരുന്നോളും. ഈ ഒരു വാട്ടർ ബോട്ടിൽ ആണെങ്കിൽ എപ്പോ ഇങ്ങനെ കുടിച്ചാലും ലീക്കാവും. ഓക്കെ. അപ്പൊ ഇത് ലീക്ക് പ്രൂഫ് വാട്ടർ ബോട്ടിലും കൂടെ ആണ്. ലീക്ക് ഇല്ല, സൈഡിലൂടെ വരും. ഓക്കെ. അപ്പം ഈ വാട്ടർ ബോട്ടിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ജസ്റ്റ് ഇത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം കൂടുതൽ പറയാൻ കഴിയും. പക്ഷേ റിവ്യൂസൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. അതേപോലെ ഫാസ്റ്റ് ഡെലിവറി ഒക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാനും ഫിൽറ്ററിനകത്തുനിന്ന് വെള്ളം എടുക്കുകയാണ്. ഓക്കെ. ഫിൽറ്ററിനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വാഷ് ചെയ്തല്ലേ വാട്ടർ ബോട്ടിൽ.
നല്ലോണം വാട്ടർ ഫില്ലാക്കി ഇവിടെ വരെ ഫില്ലാക്കി കഴിഞ്ഞാല് ലീക്ക് ആവുന്നു, പക്ഷെ ഇത് ലീക്ക് ആവില്ല. ഓക്കെ കുറച്ച് വെള്ളം മതി. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്ന് ചരിച്ചൊക്കെ ഒന്ന് കാണിച്ചു നോക്കിയാൽ ലീക്ക് ആവും നോക്കട്ടെ നമുക്ക്. ചെറിയ ലീക്കേജ് ഒന്ന് അതിനാൽ പാളിപ്പോയി. ചെറിയൊരു ജാനു അടച്ചതിന്റെ മികവ് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. നല്ല രീതിയിൽ അടച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കത്തില്ല. കുഴപ്പമില്ല, ഒരാൾക്ക് ഒരു അബദ്ധം എപ്പോഴും പറ്റും. അപ്പോൾ കണ്ടോ, ഇത് ലീക്കിങ് ഒന്നുമില്ല, വണ്ടർഫുള്ളാണ്. സുഖമായിട്ട് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാം. പിന്നെ അതേപോലെ പിടിക്കാനുള്ള സംഭവമുണ്ട്, ഒരു വള്ളി. ഇങ്ങനെ നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ ഹാങ് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പം നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ സ്കൂളിൽ PT-ക്കൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ അല്ലേ. എനിക്കൊരു പേടിയുണ്ട്, ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ. അതെ അതെ. അപ്പോൾ എല്ലാം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ ജാനു? നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കണ്ടോ സിപ്പ് ചെയ്ത് കുടിക്കും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഇത് യൂസ് ചെയ്യാം. അങ്ങനെ അത് പറയുന്നത് സ്പോർട്സും ജിമ്മിനൊക്കെ. നമുക്ക് കുട്ടികൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, പക്ഷെ അങ്ങനെ വിചാരിക്കില്ല, ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പം എന്താണ് ഇനി നമ്മുടെ ജാനകീസ് ട്രാവൽ വ്ളോഗിലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറയാനുള്ളത്? നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾ ഇതൊക്കെ മേടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ അടുത്തൊരു സഹായം ചെയ്യണം. only this one, like, share, subscribe and comment. ഒരു കാര്യം കൂടെ ഉണ്ട്, അവിടെ ബെൽ ബട്ടൺ ഇല്ലേ, അതിനെ ചവിട്ടി പിടിച്ചേക്കും. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ജാനുവിന്റെ ഇൻസ്ട്രക്ഷൻസ്. വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മുടെ ഫിഷാണ്, ഫൈറ്റാണ് കേട്ടോ. ഇതിന് 2 എണ്ണം ഇടാൻ പറ്റില്ല കേട്ടോ. 2 എണ്ണം ഒരേ ഇതിൽ ഇടാൻ പറ്റില്ല, ഒന്ന് മാത്രമേ ഇടാനോ. കാര്യം ഫൈറ്റ് ആവും. അതിനകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ ഇത്. ഇത് നമ്മുടെ കിളിക്കുട്ടികൾ. ഇവരുടെ പേരെന്തോ ജാനു? ഇത് ബെല്ല, മിക്കി. ഇത് ബെല്ലയും മിക്കിയാണ്. ഞങ്ങളെ 2 കിളികളാണിത്, ലവ് ബേർഡ്സ്. പിന്നെ ഈ കിളികളുള്ള ആൾക്കാർ ഇത് കൊടുക്കണം കേട്ടോ. അത് നല്ല, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഹെൽത്തിയാണ് കേട്ടോ. തിന്നുന്നുണ്ടോ അത്? സൗണ്ട് ഇപ്പൊ ആണുങ്ങൾക്കില്ലേ, ആണുങ്ങളുടെ മുകളിൽ ഇങ്ങനെ മൂക്കില്ലേ അതേപോലത്തെ ഒരു ഇത് കാണും, ബ്ലൂ കളർ അല്ലേ. പെണ്ണുങ്ങളുടെ ആണെങ്കിൽ ആ കളർ കാണും. അതാണ് അങ്ങനെയാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? അത് മറ്റേ തത്തേന്റെയാ കരുത്തില്ലേ, കരുത്ത് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്ന തത്തില്ലേ, അതിനെയാ. ഇത് ബ്ലൂ കളർ ഇല്ലേ, അങ്ങനെ ബ്ലൂ കളർ ഉണ്ടെങ്കിൽ അത് ആൺതത്തയാണ്. പക്ഷെ ഈ മഞ്ഞയുടെ അവിടെ ബ്ലൂ കളർ ഇല്ല, അപ്പൊ അത് പെണ്ണാണ് അല്ലേ. അപ്പൊ അങ്ങനെയാണ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ഗാർഡൻ. കുഞ്ഞു ഗാർഡൻ. ഇതിനൊക്കെ നോക്കുന്നത്, ഇതെല്ലാം നോക്കുന്നത് ഞങ്ങളുടെ അച്ഛനാണ്. എന്റെ ചേച്ചിയുടെ അച്ഛൻ, എന്റെ ഹസ്ബൻഡ്. നമ്മളെ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ആമസോണിൽ ഇത് വാങ്ങിക്കണം, ഉറപ്പായും മേടിക്കണം. നല്ല സാധനമാണ്, യൂസ്ഫുൾ ആണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.